ഇസ്രായേലും ഹമാസും വീണ്ടും യുദ്ധക്കളത്തിലേക്ക് എത്തുകയാണ്. വെടിനിർത്തൽ ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ആ കരാർ ഉണ്ടായപ്പോൾ ഹമാസ് ഭീകരവാദികളെല്ലാം തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്ന് പലസ്തീൻകാരെ സമ്പൂർണ്ണമായി കൊന്നൊടുക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതിനുശേഷം സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ എന്നൊരു നിലവിളി കേരളത്തിലെ സുഡാപ്പികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. കാരണം കൊല്ലുന്നത് ഹമാസ് ആണല്ലോ. എന്തായാലും ഇപ്പോൾ ഇസ്രായേൽ തിരിച്ചു വരുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതായത് ഈ വെടിനിർത്തൽ കരാർ, അതായത് ട്രംപിൻ്റെ സമാധാന പദ്ധതി വെടിനിർത്തൽ പരാജയപ്പെട്ടു എന്ന ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചുവെന്ന് ആരോപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഗാസ മുനമ്പിൽ ആക്രമണം നടത്താൻ സൈന്യത്തോട് ഉത്തരവിട്ടു. ഈ നീക്കം US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ലംഘിച്ചു. ഇസ്രായേലി ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ബന്ദിയുടെ മൃതദേഹം തിരികെ നൽകിയ ശേഷം തെക്കൻ ഗാസയിലെ തങ്ങളുടെ സൈനികർക്ക് നേരെ ഹമാസ് വെടിയുതിർത്തു. ഇത് കരാറിൻ്റെ നഗ്നമായ ലംഘനമായിരുന്നു. വിന്യാസ രേഖയുടെ കിഴക്ക് ആക്രമണം നടത്തി ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചുവെന്നും ഇസ്രായേൽ സൈന്യം ആരോപിച്ചു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം US ഖത്തർ മധ്യസ്ഥതയിലുള്ള ഗാസ വെടിനിർത്തൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടുവെന്നും ട്രംപിൻ്റെ സമാധാന പദ്ധതി അധികകാലം നിലനിൽക്കില്ലേ എന്നും ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തായാലും വെടിനിർത്തൽ പരാജയപ്പെടാനുള്ള പ്രധാനമായിട്ടുള്ള 5 കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു ചോദ്യത്തിന് ഒന്നാമതായി ഈ കരാർ പ്രായോഗികമായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള കരാറിനിടെ US പ്രസിഡന്റ് ട്രംപ് ഒരു സമാധാന പദ്ധതിയാണ് അവതരിപ്പിച്ചത്. ഇതിൽ ഇരുപക്ഷവും ഒപ്പുവെച്ചു. കരാർ പ്രകാരം എല്ലാ ബന്ദികളെയും വേഗത്തിൽ മോചിപ്പിക്കുകയും ഇസ്രായേൽ തങ്ങളുടെ സൈന്യത്തെ ഒരു നിശ്ചിത മേഖലയിലേക്ക് പിൻവലിക്കുകയും ചെയ്യണമായിരുന്നു. അത് സമാധാനത്തിലേക്കുള്ള ആദ്യപടിയായിരുന്നു. എന്നിരുന്നാലും ഹമാസ് ആയുധം താഴെ വച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, ഇറാന്റെ പ്രോക്സികൾക്കെതിരെയുള്ള തുർക്കി, ഈജിപ്റ്റ്, US എന്നിവയുടെ പിന്തുണ. അതായത് ഇറാന്റെ പ്രോക്സി ആയിട്ടുള്ള ഹമാസിന് ഈ രാജ്യങ്ങളുടെ എല്ലാം തന്നെ പിന്തുണയുണ്ടായിരുന്നു. ട്രംപിൻ്റെ ഗാസ സമാധാന പദ്ധതിയിൽ പോരായ്മകൾ ഉണ്ടായിരുന്നിട്ടും അത് അറബ് രാജ്യങ്ങൾക്ക് നയതന്ത്രപരമായിട്ടുള്ള ഒരു കവചം നൽകുന്നുണ്ടായിരുന്നു. ഇസ്രായേൽ വ്യോമാതിർത്തി ലംഘിച്ചതിന് നെതന്യാഹുവിൻ്റെ ക്ഷമാപണം വിശ്വസനീയമായ ഒരു മധ്യസ്ഥത എന്ന നിലയിൽ ഖത്തറിൻ്റെ സ്ഥാനം പുനഃസ്ഥാപിച്ചു. പാകിസ്ഥാനുമായി ഒരു പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് ഇസ്രായേലിനോടുള്ള അതൃപ്തി പ്രകടിപ്പിച്ച സൗദി അറേബ്യ മുസ്ലിം ലോകത്തിന് തങ്ങളുടെ നേതൃത്വാവകാശം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി പദ്ധതിയെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇറാന്റെ പ്രോക്സികളെ ചെറുക്കുന്നതിനാണ് തുർക്കി ഈ സംരംഭത്തെ പിന്തുണച്ചത്. അതേസമയം ഈജിപ്തും UAEയും വാഷിംഗ്ടണുമായി തുടരാനുള്ള നിർദ്ദേശത്തെയും പിന്തുണച്ചിട്ടുണ്ട്. ഇനി മൂന്നാമതായി, ഗാസ പുനർനിർമ്മിക്കാനുള്ള ആ ഒരു ധനസഹായം അനിശ്ചിതത്വത്തിലാണ് എന്നുള്ളതാണ്. ഇനി നാലാമതായി, വെസ്റ്റ് ബാങ്കിനെ ചൊല്ലിയുള്ള സംഘർഷങ്ങളാണ്. പിന്നെ അഞ്ചാമതായി, അന്താരാഷ്ട്ര സേനയെ ചൊല്ലിയുള്ള തർക്കമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വെടിനിർത്തൽ കരാർ പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.